നിങ്ങൾക്കറിയാവോ, നിങ്ങൾ ഇന്നിവിടെ നിൽക്കുമ്പം മോർ ദാൻ 15,000 ഏതാണ്ട് 15,000 മുകളിൽ ദൈവവചനം ഹൃദയത്തിൽ നിറഞ്ഞിട്ടുണ്ട്. ഇത് കർത്താവിൻ്റെ ഹൃദയമാണ്. അത് നിറയണമെങ്കിൽ ഇത് ഹൃദയമാണ് എന്നുള്ള സത്യം തിരിച്ചറിയണം. ഇത് കൊണ്ടു നടക്കുമ്പം യേശുവിൻ്റെ ഹൃദയമാണ് കൊണ്ടു നടക്കുന്നുള്ളൊരു ബോധ്യത ഉണ്ടാവണം. ഇത് തുറക്കുമ്പം എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഇറങ്ങി വന്ന് എന്നെ സന്ദർശിച്ചിട്ട് ഞാനിത് വായിക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്ന പിതാവായ ദൈവമാണ് എന്നുള്ള സത്യം മനസ്സിലറിയണം. The book, divine book, this divine book, the sacred scripture, this holy Bible will change your life. 360 ഡിഗ്രിയിൽ മാറ്റിക്കളയും. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 112 ഖണ്ഡിക പറയുകയാണ്, ഹൃദയം എന്ന പദം യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നു. പീഡാനുഭവങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവിൻ്റെ ഹൃദയം തുറക്കപ്പെട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ തിരുലിഖിതം അവ്യക്തമായിരുന്നു. പീഡാനുഭവത്തിന് ശേഷം ക്രിസ്തുവിൻ്റെ ഹൃദയം തുറക്കപ്പെട്ടു. അപ്പോൾ തിരുലിഖിതം ഗ്രഹിച്ചവർ അത് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്ന് ആലോചിക്കുകയും അതേക്കുറിച്ച് വിവേചിക്കുകയും ചെയ്തു. സഭയുടെ മതബോധന ഗ്രന്ഥം 103, 104 പറയുകയാണ്, കത്തോലിക്ക സഭ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശക്തിയും പോഷണവും കണ്ടെത്തുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനത്തെ സഭ മാനുഷികമായ വചനമായിട്ടല്ല സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യുത അത് യഥാർത്ഥത്തിലായിരിക്കുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പിതാവായ ദൈവം തൻ്റെ മക്കളെ സന്ദർശിക്കുകയും തൻ്റെ മക്കളോട് സംസാരിക്കാനും വരുന്നു. ദൈവം സംസാരിക്കുന്ന വാക്ക് ആർക്കാ മറക്കാൻ പറ്റുന്നേ? ഇന്നലെ എൻ്റെ ജീവിത പങ്കാളിയുമായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം യേശുവെ സംസാരിക്കണമേ, സംസാരിക്കണമേ, സംസാരിക്കണമേ സംസാരിച്ചു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം, എമാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ. ഞാൻ അന്നേരം തന്നെ പറഞ്ഞു, കർത്താവ് ഇറങ്ങി തലങ്ങും വിലങ്ങും നടക്കും. ജീവിത പങ്കാളിയുമായി ഹസ്ബൻഡ് ആൻഡ് വൈഫ് പുറപ്പെട്ടപ്പോൾ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് അവൻ നമ്മോട് സംസാരിച്ചു. നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ! ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല. ഞെക്കിയിട്ട് തുറക്കുന്നില്ല, അത് മാനുവലാക്കിയിട്ട് വലിച്ചിട്ട് തുറക്കാൻ പറ്റില്ല. വണ്ടി അകത്ത്, ഞങ്ങളകത്ത്, ഇവിടെ വരെ എത്തണം. വെളിപാട് 3:7 വചനം വന്നു. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനുമായവൻ പറയുന്നു, ജോൺ പോൾ, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു. നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ നാമം നിഷേധിച്ചില്ല. ഇതാ നിന്റെ മുമ്പിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം ഒരു തുറന്നു കിടക്കുന്ന വാതിൽ ഞാൻ സ്ഥാപിക്കുന്നു. വചനം വന്നപ്പം വണ്ടി വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വചനം വന്നപ്പം വണ്ടി വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വചനം അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതമാരറിയും. നോ വൺ ആർക്കും അറിയാൻ പറ്റില്ല ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ. യോഹന്നാൻ പ്രതിവചിച്ചു, വിശുദ്ധ യോഹന്നാൻ 3:27, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും തന്നെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഉന്നതത്തിൽ നിന്നും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ 32:14 പറയുകയാണ്, ഉന്നതത്തിൽ നിന്നും അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. എടുത്തോ, ഉന്നതത്തിൽ നിന്നും അവൻ്റെ മേൽ, ഉന്നതത്തിൽ നിന്റെ മകൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് നല്ല എങ്ങനെയുണ്ട് ഇംപ്രഷൻ ഉണ്ടോ? എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? ബ്ലെസ്ഡ് ആർ ദ ക്രൈസി ഓഫ് ദ ലോർഡ്. കർത്താവിന് വേണ്ടി വട്ട് പിടിച്ച് നടക്കുക. വീട്ടിലെ കാര്യം മുഴുവൻ സ്വർഗത്തിൽ നിന്നും ദൂതന്മാർ വന്ന് നടത്തിക്കൊണ്ടിരിക്കുക. ഒരുപാട് അത്ഭുതങ്ങളേ ഉള്ളൂ. പക്ഷെ അതൊന്നും പറയാനില്ല. അതൊന്നും അല്ല പറയേണ്ടത്. ആത്മാവ് വെളിപ്പെടുത്തുന്ന വെളിപാടുകളാണ് സംസാരിക്കണ്ടേ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ കുരിശിലോട്ട് നടക്കുന്നത് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യേ. എങ്ങനെയുണ്ട്? താങ്ക് യു ബ്രദർ, താങ്ക് യു. സൂപ്പറാണോ? എന്നാൽ പിന്നെ ബ്രദറിനെ ഇങ്ങനെ കുരിശെടുത്തിട്ടൂടെ?
ദിസ് ഈസ് സൂപ്പർ സൂപ്പർ. എങ്ങനെയുണ്ട് സിസ്റ്റർ? ഹൗ ഐ ലുക്സ്. ദുബായി ഞാൻ നടന്നു പോകുമ്പോൾ എന്നോട് പറയും, ആർ യു ആൻ ആഫ്രിക്കൻ? ആഫ്രിക്കക്കാരനാണോ എന്നോട് ചോദിക്കും. ഞാൻ പറയും, നോ, ഐ ആം ഫ്രം ഇന്ത്യ. ഇന്ത്യ? ചിലപ്പോൾ നടന്നു പോകുമ്പോൾ പലരും, ആർ യു ഫ്രം എത്യോപ്യ? എനിക്ക് ആഫ്രിക്ക, എത്യോപ്യ, നൈജീരിയ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഡിസ്ട്രാക്റ്റഡാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ആഫ്രിക്കൻ ലുക്കാണോ കർത്താവേ? അഭിഷേകം പഠിപ്പിച്ചു. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ആഫ്രിക്കയിൽ ഒരു പദ്ധതിയുണ്ട്. പിന്നെ എന്നാ സംഭവിച്ചെന്നറിയോ? ദുബായിൽ സെൻറ്റ് മേരീസ് പള്ളിയിൽ ഈ ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ആഫ്രിക്കൻ കമ്മ്യൂണിറ്റി റൂം നമ്പർ 6 എല്ലാ ശനിയാഴ്ച ദിവസം ഒരു 100-150 ആഫ്രിക്കക്കാർ വന്ന് ദൈവത്തെ ആരാധിക്കും. ദൈവത്തിന് എന്നെക്കുറിച്ച് ആഫ്രിക്കയിൽ ഒരു പദ്ധതിയുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പം എനിക്ക് എങ്ങനെയെങ്കിലും അതിനകത്ത് പോയി കയറണം. അതിന് ഞാൻ എന്നറിയോ, ഞാൻ ചുമല പാൻറ്, മഞ്ഞ ടീഷർട്ട്, കണ്ടാലും മൊത്തത്തിലൊരു ആഫ്രിക്കക്കാരനായിട്ട് പറയണം. ഞാനിതൊക്കെ ഇട്ട് ഒരു കുടയൊക്കെ പിടിച്ച്, ആരും കാണരുത്. കാര്യം ദുബായി കൂടെ പോകുമ്പോൾ അറിയാം, ഫേസ് ജോൺ പോൾ അറിയാം. അച്ഛൻ്റെ കൂടെ ഡാൻലച്ഛൻ്റെ കൂടെ ഇപ്പോൾ ഫെമിലിയറാ എവിടെ പോയാലേ. അപ്പം ഞാൻ കുടയൊക്കെ പിടിച്ച് ചുമല പാൻറ്റും മഞ്ഞ ടീഷർട്ട് ഇട്ട് പോകുന്നു ഓർന്ന് നോക്കിയേ. എന്നിട്ട് ഞാൻ പോയി ഈ റൂം നമ്പർ 6 കയറാനായിട്ട് ഞാൻ വേറെ എന്നെ അറിയാവുന്ന ഒരു മലയാളി പയ്യൻ ബോബി, അവൻ എന്നെ പുറകെ, ജോൺ പോൾ പറയേ, ഓ ശല്യം. ഞാൻ പതിയെ തിരിഞ്ഞു നോക്കി, ഇതല്ല മേളിലാ മലയാളികളുടെ കൂട്ടായ്മ, ഇത് ആഫ്രിക്കക്കാരാ. ഞാൻ പറഞ്ഞു, ഈ മേളിൽ പോകോ, ഞാനിന്ന് എവിടെയാ? മേളിലാ. ഞാൻ പറഞ്ഞു, ബോബി ദൈവത്തിനൊരു പ്ലാനുണ്ട് എന്നെക്കുറിച്ച്, ഞാൻ ഇങ്ങോട്ട് കയറാൻ പോവാ. അപ്പോൾ ഇവൻ പറയാം, ഞാനും കയറാം. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആഫ്രിക്കക്കാരെന്ന് പറഞ്ഞില്ല. അവൻ വെളുത്ത് ചുമന്ന് ചാമ്പങ്ങ പോലെ ഇരിക്കുകയാണ്. കളഞ്ഞ് അങ്ങനെ എൻ്റെ കൂടെ കയറി. എന്നിട്ട് ഞാൻ കയറി ആഫ്രിക്കക്കാരുടെ ഇടയ്ക്കിരിക്കുക. എന്തിനാണെന്നറിയാവോ? ഐ നീഡ് അനോയിറ്റിംഗ്. എനിക്ക് അഭിഷേകം വേണം. ആഫ്രിക്കയിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എത്രയും പെട്ടെന്ന് നടപ്പാകണം. വർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, ആത്മാവിലുള്ള ആരാധന ഞാൻ കണ്ടു. ചേർന്ന് പറഞ്ഞു ഹല്ലേലൂയ. 2 മണിക്കൂർ ദൈവാരാധന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ അനൗൺസ് ചെയ്ത്, ഇന്നത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പുതിയതായിട്ട് വന്നവരുണ്ട്, എഴുന്നേക്കുക. ഒരു മാർഗ്ഗമില്ല, എഴുന്നേക്കേണ്ട വന്നു. അത്രയും പേരുടെ മുമ്പിലേ ബോബി എൻ്റെ കൈ കയറി പിടിച്ചത്, ബ്രദറെ ചളവ കണ്ട് ഇരിക്കിവിടെ. ഞാൻ പറഞ്ഞില്ല, ഇരിക്കണം, എനിക്ക് എഴുന്നേക്കണം. എഴുന്നേറ്റ് ഞാൻ പരിചയപ്പെടുത്തി, ഞാൻ ഇന്ത്യക്കാരനാണ്, ബട്ട് മൈ ജീസസ് ഹാവ് സം പ്ലാൻ ഇൻ ആഫ്രിക്ക. അവരെല്ലാം കരമടിച്ച് അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 3 വർഷം കഴിഞ്ഞപ്പം ആഫ്രിക്കയിൽ പോയി സുവിശേഷം പ്രസംഗിച്ചു. അഭിഷേകം ഇസ് അനോയിറ്റിംഗ് കണ്ടുപോയി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആഫ്രിക്ക കൂട്ടുകാരൊക്കെ ഒത്തിരി ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. യഥാർത്ഥ ശിഷ്യൻ യഥാർത്ഥത്തിൽ യേശുവിനെ സിസ്റ്റർ സ്നേഹിക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നെങ്കിൽ, യേശുക്രിസ്തു വിശ്വസിക്കുന്നുവെങ്കിൽ, സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വിശ്വാസിയോട് അവിശ്വാസിയോടോ തല ഉയർത്തി നിന്നിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനുള്ള സന്ദർഭം അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. അതാണ് അഭിഷേകം. Prayer is the apostolic mission, a mission. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ യേശുക്രിസ്തു നൽകിയിരിക്കുന്ന ദൗത്യം നിറവേറ്റുക എന്നുള്ളതാണ് പ്രാർത്ഥന. യേശു പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും preach the gospel, സുവിശേഷം പ്രസംഗിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിൽ കയറി പ്രസംഗിച്ചു. വന്ദേ ഭാരത് കോട്ടയം മാർക്കറ്റിലും കോട്ടയം സൂപ്പർ മാർക്കറ്റിലും ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡിലൊക്കെ സുവിശേഷം പ്രഘോഷിക്കും. എനിക്ക് ജീവിതം ക്രിസ്തുവാണ്. A fidelity of the Baptist is a primordial condition for the proclamation of gospel and mission to the church in the world. ജ്ഞാനസ്നാനം എന്ന വിശുദ്ധ കൂദാശയിലൂടെ ദൈവം എന്നെ ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നു. Preach the gospel. Preach the gospel. It's a time to preach the gospel. It's a time to declare the one truth. It's a time to stop being debating, the bickering and the arguing, and it's a time to raise that I'm not ashamed of gospel. It's a power of my Jesus unto salvation. എവിടെയാണേലും വചനം പ്രസംഗിക്കുക. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. God elevates a man or a woman
He never elevates that man or a woman with the intentions of elevating them for sake of themselves. God calls you. It's not about your call. God gifts you. It's not about your gift. God anoints you. It's not about your anoints. God calls you or God elevates you. It is about to elevate His glory wherever you are. അത് ഏറ്റുമാരൂരാണേലും കാരിത്താസ് ആണേലും കുറുപ്പന്തറയിലാണേലും കുറവലങ്ങാണേലും കണ്ണൂരാണേലും അത് സൗദിയിലാണെങ്കിലും യേശു ക്രിസ്തുവിനെ പറയുക. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. This is anointing. This is anointing. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ.